ത്രിമൂർത്തികളെക്കുറിച്ചും സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന തത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് പ്രോസസ്സിലൂടെ കടന്ന് ഒരു സൃഷ്ടി സംഭവിക്കുന്നു. പിന്നെ സംഹാരത്തിന് മുമ്പ് അതിനിടയിൽ വരുന്ന കാലം, അതാണ് സ്ഥിതി തത്വം. ഒരുപാട് കാലം നിലനിൽക്കുന്ന തത്വമാണത്. സ്ഥിതി അല്ലെങ്കിൽ പരിപാലന തത്വം. അതായത് നമ്മുടെ ജീവിതത്തിലുടനീളം വേണ്ടുന്ന ഊർജ്ജമാണിത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. ഒരമ്മയാവുന്നതിലൂടെ സ്ത്രീകളിലുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നിലനിന്നു പോവാൻ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് ഈ പരിപാലന തത്വമാണ്. അതിനെയാണ് വിഷ്ണു ചൈതന്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരമ്മയുടെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു പരിപാലന ശക്തി അവശ്യം വേണ്ടുന്നത് തന്നെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കുമുള്ള അനുഭവമാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മളിലുള്ള ഈ വിഷ്ണു ചൈതന്യം ഉണർന്നിരിക്കണം എന്നാണ് അമ്മ പറയാറ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, അവിടെ ഏറ്റവും കൂടുതൽ സന്ദർശകർ സ്ത്രീകളാണ്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തരെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയായിരിക്കും. കാരണം മാതൃത്വത്തിന് അവശ്യം വേണ്ടുന്ന പരിപാലന തത്വം ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ വള്ളിക്കാവലമ്മ എപ്പോഴും പറയും, നിത്യവും രാവിലെ വിഷ്ണു സഹസ്രനാമം ജപിക്കണം. അന്നത്തെ ഒരു മുഴുവൻ ദിവസവും നമുക്ക് ഉപയോഗിക്കാനായിട്ട്, നന്നായി ഉപയോഗിക്കാൻ, നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടുന്ന ഈ ഒരു ചൈതന്യം, അതിന് കൂടാതെ വൈകുന്നേരം ലളിതാ സഹസ്രനാമം ജപിക്കണം എന്നാണ് പറയാം. വിഷ്ണു സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മാസം വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ വൈശാഖ മാസ ആചരണം കൊണ്ട് ഇരട്ടി ഫലം ലഭിക്കുന്ന ഈ ഒരു മാസത്തിൽ നമുക്ക് നമ്മുടെ വിഷ്ണു ചൈതന്യം ഉണർത്താൻ പറ്റിയ ഏറ്റവും നല്ല കാലം. ഒന്നാം ദിവസമായ ഇന്ന്, വൈശാഖ മാസത്തിലെ ഒന്നാം ദിവസമായ ഇന്ന് ലക്ഷ്മി നാരായണ സ്വരൂപത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. വെളുപ്പിന് 3 മണി മുതൽ സൂര്യോദയം വരെയുള്ള സമയങ്ങളിൽ ലക്ഷ്മി നാരായണൻ്റെ സാന്നിധ്യം ജലാശയങ്ങളിൽ, ഭൂമിയിലെ ജലാശയങ്ങളിലുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്നാനം ചെയ്താൽ തീർത്ഥസ്നാന പുണ്യം നേടാം. സ്നാനം, ജപം, ദാനം എന്നിവയാണ് വൈശാഖ മാസത്തിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഒരു മാസം വൈശാഖ മാസ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് ഗുരുവായൂരിൽ ദർശനം നേടാൻ സാധിക്കുകയാണെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വൈശാഖ മാസം ആഘോഷിക്കുന്നത് ഗുരുവായൂരിലാണ്. ഭഗവത് ദർശനം ഈ സമയത്ത് അവിടെ നേടാൻ സാധിച്ചാൽ ജന്മം തന്നെ സുകൃതം, പുണ്യം. ഈ ഒരു മാസം മുഴുവൻ 3 നേരവും നമ്മൾ ലക്ഷ്മി നാരായണനെ ഭജിക്കുന്നതോടൊപ്പം തന്നെ ഗരുഡനെയും അനന്തനെയും തുളസി ദേവിയെയും സ്മരിക്കണം. അതുപോലെ ഉച്ചയ്ക്ക് അന്നപൂർണേശ്വരി ദേവിയെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈശ്വര സന്നിധിയിലെത്താൻ, അല്ലെങ്കിൽ ഈശ്വരനും നമുക്കുമിടയിലുള്ള ഒരു തടസ്സം ഉണ്ടല്ലോ, അതില്ലാതാക്കാനായിട്ട്, ഈ സംസാര സാഗരത്തെ മറികടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു തോണിയാണ്, അല്ലെങ്കിൽ തരണിയാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ തോണി, അതാണ് ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായ ഭാഗവതം. വേദമാകുന്ന കരിമ്പിൻ്റെ രസമാണ് ഭാഗവതം എന്നാണ് അമ്മ പറയാം. നമ്മളെ ആകർഷിക്കും, നമ്മളെ പൂർണ്ണമായും ശുദ്ധീകരിക്കും, അനുഭൂതി തലത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യുന്ന ഫലപ്രദമായ ഔഷധം. ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും നിർഗമിച്ച ശേഷം കലികാലം തുടങ്ങിയല്ലോ. കലികാലം തുടങ്ങിയിട്ട് ഏകദേശം 30 വർഷത്തിന് ശേഷമാണ് ശ്രീ ശുകമുനി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവത സപ്താഹം ആദ്യമായിട്ട് നടത്തുന്നത്. ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി നേരിട്ടപ്പോൾ, മരണം മുന്നിൽ കണ്ട ആ ഒരു നിമിഷത്തിൽ രാജാവിനൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഭക്തി നശിച്ചില്ല. പകരം തീവ്ര വൈരാഗ്യമുണ്ടാകുന്നു. വെറും 7 ദിവസം കൊണ്ട് ജീവിതത്തിൻ്റെ പരമമായ സാഫല്യം നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്നു. എത്രമാത്രം ശ്രദ്ധയോടുകൂടി ഭാഗവതം കേൾക്കണം എന്ന് ഈ ഒരൊറ്റ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഗുരുവായൂരിൽ ഈ ഒരു മാസം മുഴുവൻ ഭാഗവത സപ്താഹം ഉണ്ടാകും. വൈശാഖ മാസത്തിലും കാർത്തിക മാസത്തിലും നിത്യവും ഭാഗവതം വായിച്ചാൽ 18 പുരാണങ്ങൾ വായിച്ച പുണ്യം ലഭിക്കും എന്ന് പത്മമഹാപുരാണം പറയുന്നു. ഏതു ഭാവത്തിലാണ് ഭാഗവതം വായിക്കേണ്ടത് അല്ലെങ്കിൽ ഭാഗവതം കേൾക്കേണ്ടത് എന്ന് അമ്മ പറയുന്നൊരു കുഞ്ഞു കഥയുണ്ട്. ഒരിക്കൽ ഒരാചാര്യൻ നന്നായിട്ട് ഭാഗവതം
കഥ പറയുന്ന ഒരാചാര്യൻ പല സ്ഥലങ്ങളിലും ചെന്ന് സപ്താഹം നടത്തുന്നു. അങ്ങനെ കിട്ടുന്ന ദക്ഷിണ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചു പോരുന്നത്. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തോട് പറയും, നമ്മുടെ രാജാവ് ഭാഗവത പാരായണത്തിൽ വളരെ താല്പര്യമുള്ള ആളാണ്, അവിടെ ചെന്ന് ഭാഗവതം വായിക്കൂ, നിങ്ങളുടെ ദാരിദ്ര്യമെല്ലാം മാറിക്കിട്ടും എന്ന്. അങ്ങനെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോകുന്നു, രാജാവിനെ കാണുന്നു. ഭാഗവതം കേൾക്കാൻ അങ്ങേക്ക് താല്പര്യമുണ്ടല്ലോ, അങ്ങേക്ക് വേണ്ടി ഞാനൊരു സപ്താഹം നടത്തട്ടെ എന്ന് ചോദിക്കും. രാജാവ് വളരെ ദേഷ്യത്തോടു കൂടി, കടന്നു പോകൂ, എനിക്ക് നിങ്ങളുടെ ഭാഗവതമൊന്നും കേൾക്കണ്ട എന്ന് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പറയും. അതോടെ അപമാനഭാരത്തോടെ അദ്ദേഹം തിരിഞ്ഞ് നടക്കുന്നു. വീട്ടിലെത്തിയിട്ട് അദ്ദേഹം ഒരു തീരുമാനം എടുക്കും, ഇനി മുതൽ ഞാൻ എവിടെയും സപ്താഹം നടത്താൻ പോകുന്നില്ല. കേൾക്കാൻ ആരും ഇല്ലെങ്കിലും വേണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നിത്യവും ഭാഗവതം വായിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം വളരെ ഭക്തിയോടുകൂടി അദ്ദേഹം ഭാഗവതം വായിക്കാൻ തുടങ്ങി. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയുകയാണ്. ഒരാനന്ദം അദ്ദേഹത്തിനുള്ളിൽ വരികയാണ്. എല്ലാ ദിവസവും അദ്ദേഹം ഈ വായന തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ആനന്ദം വർദ്ധിച്ചു വരുന്നു. ഒടുവിൽ പൂർണ്ണ തൃപ്തി അദ്ദേഹത്തിന് അനുഭവിക്കാൻ തുടങ്ങി. ആ സമയം മുതൽ ഭഗവാൻ തൻ്റെ ഉള്ളിൽ സദാ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം അദ്ദേഹത്തിനുണ്ടായി. അതോടെ അദ്ദേഹത്തിൻ്റെ പാരായണം കേൾക്കാനായിട്ട് നിത്യവും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങി. മാസങ്ങളും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാരായണം കേൾക്കാനായിട്ട് ആളുകൾ കൂട്ടമായി എത്തി. ഒരു ദിവസം ഇതേ രാജാവും അവിടെ എത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറയും, അങ്ങ് കൊട്ടാരത്തിലേക്ക് വരണം, ഭാഗവത സപ്താഹം നടത്തണം. അന്നേരം ആ മനുഷ്യൻ പറയും, രാജാവേ, അങ്ങേക്ക് എന്നെ ഓർമ്മയില്ലേ? പണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ട അതേ ആൾ തന്നെയാണ് ഞാൻ. അന്നേരം രാജാവ് പറയും, എനിക്കറിയാം, അന്ന് താങ്കൾ ഭാഗവതത്തിൻ്റെ സാരം മനസ്സിലാക്കിയിരുന്നില്ല, പക്ഷേ ഇന്ന് താങ്കൾ അതിൽ ജീവിക്കുകയാണ്. അമ്മ പറയും, അറിവിൽ നിന്ന് അനുഭൂതി തലത്തിലേക്ക് നമ്മൾ ഉയരണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല പുണ്യഗ്രന്ഥമാണ് ഭാഗവതം. എല്ലാവർക്കും ഈ വൈശാഖ മാസത്തിൽ ഭാഗവതം വായിക്കാനും കേൾക്കാനും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.